വിദഗ്ധൻ ഈശ്വർ മൽപെ നമുക്കൊപ്പം ചേരും. നിങ്ങൾക്കറിയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കോൾ ഡ്രോപ്പായതാണ്. വീണ്ടും നമ്മൾ അദ്ദേഹത്തെ ശ്രമിക്കുന്നുണ്ട്. ഈ മൃതദേഹം ഓന്നാവാര കടൽത്തീരത്തോട് ചേർന്ന ഒരു പ്രദേശത്താണ് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ ജീർണിച്ച അവസ്ഥയിലാണ്. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞതാണല്ലോ. 3 പേരെയായിരുന്നു കണ്ടെത്താനുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് മിനിഞ്ഞാന്ന് അദ്ദേഹം ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്താനായി എത്തിയിരുന്നു ഈശ്വർ മൽപെ. എന്നാൽ ജില്ലാ ഭരണകൂടം അതിന് അനുമതി കൊടുത്തില്ല. മഴയും മറ്റ് കാലാവസ്ഥയും അതുപോലെ അടിയൊഴുക്കും പരിഗണിച്ച് ജില്ലാ ഭരണകൂടം അദ്ദേഹത്തിന് തെരച്ചിൽ നടത്താൻ അനുമതി നൽകിയില്ല. MLA എനിക്ക് തോന്നുന്നത് MLA പറഞ്ഞ അനുസരിച്ചായിരുന്നു അദ്ദേഹം അവിടെ വന്നിരുന്നത്. എന്നാൽ അദ്ദേഹം തെരച്ചിൽ നടത്താൻ കഴിയാതെ മടങ്ങിപ്പോയി. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത വലയിൽ ആണ് മൃതദേഹം കുടുങ്ങിയത് എന്ന രീതിയിലാണ്. മത്സ്യത്തൊഴിലാളികളുടെ വലയിലാണ് മൃതദേഹം കുടുങ്ങിയതെന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ നമസ്കാരം. എന്തൊക്കെ വിവരമാണ് അങ്ങേക്ക് ലഭിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ? ನಮಸ್ತೆ ಸರ್, ನಮಸ್ತೆ. ഇവിടെ അങ്കോൾ കാല വന്നിരുച്ചു ഞങ്ങള് അവിടെ അർജുന ബോഡി ഉണ്ട് നോക്ക. അത് ഇപ്പൊ നമുക്കൊരു 10-11 മണിക്ക് ഒരു കോൾ വന്നിരുച്ചു. ഹലോ, 11 മണിക്ക് കോൾ വന്നിരുച്ചു. അല്ല, ആരായിരുന്നു അങ്ങേ കോളിൽ വിളിച്ചതാരായിരുന്നു? അത് ഫിഷർമാൻ അത് മത്സ്യത്തൊഴിലാളികളെ ഫിഷർമാൻ ആണ്. ഫിഷർമാൻ വിളിച്ചു. അത് പോയിട്ട് ഇപ്പൊ 1.5 മണി ടൈം ഉണ്ട് അവിടെ പോയിട്ട് നോക്കാൻ. അത് 1 hour ഒരു ബോഡി മിസ്സിംഗ് ഉണ്ട്. 3 നാളായിട്ട്. ഒരു ഒഡീഷ ആദ്മി. അതെ, ഇത് എത്ര കിലോമീറ്റർ ദൂരെയാണ് ഈ ഷിരൂരിൽ നിന്ന്? ഇപ്പൊ ഒരു ഷിരൂരിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ. അങ്ങിപ്പോ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ? തന്നി കടലിലെ இருக்குது. കടലിലെ ഉണ്ട്. കടലിലാണ്. അല്ല, ഈ ഫിഷർമാൻ പറഞ്ഞത് ഒരു രീതിയിലും ഫേസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണെന്നാണോ? കണ്ടിപ്പാ അത് ഞാനിപ്പോ എനക്ക് ഒരു കണ്ടിപ്പായുണ്ട്. അത് അർജുന്റെ ബോഡിയിൽ എന്നെ പറഞ്ഞ 1 hourലെ ഒരു 70 കിലോമീറ്റർ ദൂരത്തിലെ ഒരു മിസ്സിംഗ് ആയിട്ടുണ്ട്. ആ ബോഡിയെന്ന് ചിലപ്പോ இருக்குது. 3 നാളാഴ്ച. അതെ, അല്ല 3 ദിവസമായിട്ട് വേറൊരു ബോഡി അല്ലേ? അപ്പൊ അത് അർജുന്റെ ആണെന്ന് സംശയിക്കുന്നില്ല? അർജുന്റെ എനക്ക് സംശയമില്ല. ഇത് അർജുന്റെ ഇത് അർജുൻ്റേത് ആയിരിക്കില്ലെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? അർജുന്റെ ആയിരിക്കില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങയുടെ ഒരു പ്രതീക്ഷ ഏതാണ്? അത് പോയിട്ട് നോക്കിട്ട് പിന്നെ ഏകദേശം ഒരു എത്ര സമയത്തൊക്കെ അങ്ങ് അവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്? ഇല്ല, ഇന്ന് 1.5 മണിയുണ്ട് അവിടെ പോകുന്നു. ആ സ്ഥലത്തിൽ പോകുന്നു. ലൊക്കേഷൻ കറക്റ്റ് ആയി അറിയില്ല. ഈ ഫിഷർമാനിൽ നിന്ന് മറ്റെന്തെങ്കിലും വിവരം ഈ ബോഡിയെ കുറിച്ച് അങ്ങ് കിട്ടിയോ? ഇല്ല, അതേ ഒരു ബോഡി കിട്ടി. പിന്നെ ഒന്നും ബോഡി കിട്ടിയില്ലേ. ഈ ഷിരൂർ, ഈ ഹോന്നാവാരയാണോ ആ കടലോരത്തിന്റെ സ്ഥലത്തിന്റെ പേര്? നെയിം അതിപ്പോ ഞമ്മക്കിപ്പോ ബോഡി എവിടെ ഉണ്ട് പറഞ്ഞാൽ കുമ്മുട്ട ഭാഗത്ത് അഗനേഷിനെ ബാട എന്ന സ്ഥലത്തില്ലേ അവിടെ ഒരു ഫിഷർമാൻ മീൻ പിടിക്കാൻ പോയ സമയത്തില് 6 മീറ്ററിലെ ഒരു ബോഡി ഉണ്ടെന്ന് சொல்லி. അപ്പൊ അവിടെ പോയി നോക്കണം. ഇപ്പൊ പോയി ഞങ്ങള്. ഈ പോലീസ് അങ്ങേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നോ? പോലീസ് കോണ്ടാക്ട് ചെയ്തോ? പോലീസുകാർ വരും. PSI കുമ്മുട്ട പോലീസുകാർ വരും. അപ്പൊ നിങ്ങൾ ഒന്നിച്ചാണോ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്? ഇല്ല. ഇപ്പൊ അമ്മളെ തോണിലെ നമ്മ ഫിഷർമാൻ മട്ടെ പിന്നെ 1 hour ഒരു മിസ്സിംഗ് ആയ ഒരു ബോട്ടിലെ മുതലുണ്ട്. ഒരു കാര്യം കൂടി, ഒരു 3 ദിവസം മുമ്പ് ഒരു ബോഡി അവിടെ ഒരാള് കാണാതായി എന്ന് പറഞ്ഞല്ലോ. അതെന്തായിരുന്നു സംഭവം? അതെ, ഇപ്പൊ നോക്കുന്നു. ഇപ്പൊ അത് മിസ്സിംഗ് ആയ ഇവിടെ പറയൂ അയാളത്തെ കൊണ്ടുപോകാതില്ല തോണില്. ഇതൊരു പുരുഷന്റെ മൃതദേഹമാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെയാണോ അത്? അത് ಈಗ അർജുന്റെ അല്ല അയാളിൽ പോയിട്ട് നോക്കുക. എനിക്ക് സംശയമുണ്ട് അത് അർജുന്റെ അല്ല. പിന്നെ പക്കത്തിലെ 1 hourലെ ഒരു ആള് മിസ്സിംഗ് ആയിട്ടുണ്ട്. അയാൾ കൺഫേം ആവും. എനിക്ക് ഞാൻ പോയിട്ട് നോക്കണം ഇപ്പൊ. ഓക്കെ, താങ്കളെ ഞങ്ങൾ ബന്ധപ്പെട്ടോളാം. താങ്ക് യു ഈശ്വർ മാൽപെ ഈ കാര്യമെല്ലാം ഞങ്ങളോട് പറഞ്ഞതിന്. ഈശ്വർ മാൽപെ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം വിശ്വസിക്കുന്നത് ഇത് അർജുൻ്റെ ബോഡി ആയിരിക്കില്ല. ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളെ കാണാതായിരുന്നു, അയാളുടെ ബോഡി ആകാനാണ് സാധ്യത എന്നാണ് ഈശ്വർ മാൽപെ പറഞ്ഞത്. 1.5 മണിക്കൂറോളം യാത്ര ചെയ്താൽ ഈ ഹോന്നാവാര എന്ന സ്ഥലത്ത് എത്തിച്ചേരും. ഈ മത്സ്യത്തൊഴിലാളികളുടെ വലയിലാണ് ഇത് കുടുങ്ങിയത്. അവർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഓനാവാര ലൊക്കേഷൻ പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ നമ്മൾ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്ന സ്ഥലമാണ് ഓനാവാര. ഇവിടെ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം യാത്ര ചെയ്താൽ മാത്രമേ ഈ ഷെഡ്യൂളിൽ നിന്ന് അവിടെ എത്താൻ കഴിയുമെന്നാണ് ഈശ്വർ മാൽപെ നമ്മോട് പറഞ്ഞത്. ഈശ്വർ മാൽപെ പോലീസുകാരുടെ സഹായത്തോടെ അദ്ദേഹം അവിടെ പോകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വലയിലാണ് ഈ ഒരു മൃതദേഹം കുടുങ്ങിയത്. കാരണം ഇത് എന്തായാലും അദ്ദേഹം കണ്ടിപ്പ ചൊല്ലിയത്
നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണത്. അദ്ദേഹം പറഞ്ഞ മിക്കവാറും ഇത് കോഴിക്കോട്ടെ അർജുൻ്റേതായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു 3 ദിവസങ്ങൾക്കും വേറൊരാൾ അവിടുന്ന് മിസ്സിംഗ് ആയിരുന്നു, അയാളുടെ ബോഡി ആകാനാണ് കൂടുതലും സാധ്യത എന്നാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. അദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹവുമായി വീണ്ടും സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ജീർണിച്ച നിലയിൽ ഒരു മൃതദേഹം ഈ ഹോന്നാവാര എന്ന് പറയുന്ന കടലോരത്ത് കണ്ടെത്തി എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾ വലയിലാണ് ഇത് കുടുങ്ങിയിരിക്കുന്നത്. അങ്ങോട്ട് പോലീസ് സംഘം പോയിട്ടുണ്ട്. ഈശ്വർ മാൽപ്പെ കൂടി അവിടെ 1.5 മണിക്കൂറിനകം അവിടെ എത്തിച്ചേരും. അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അദ്ദേഹവുമായി ടെലിഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ പാറയ്ക്കൽ ടെലിഫോൺ ലൈനിലുണ്ട്. അരുൺ, ഈശ്വർ മാൽപ്പെ പറഞ്ഞ കാര്യമെല്ലാം താങ്കൾ കേട്ടല്ലോ, എന്താണ് വിവരങ്ങൾ? SKN എന്തായാലും അർജുൻ്റെ മൃതദേഹമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഈശ്വർ മാൽപ്പെ അങ്ങനെയല്ല എന്നാണ് ഈശ്വർ മാൽപ്പെ സൂചിപ്പിക്കുന്നത്. അവിടെ എത്തിയാൽ മാത്രമേ, 1.5 മണിക്കൂറോളം ദൂരമുണ്ട്, അവിടെ എത്തിയാൽ മാത്രമേ ഇതിലൊരു കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. 3 ദിവസം മുമ്പ് അവിടെ മറ്റൊരാളെ കാണാതായിരുന്നു, അയാളുടേതാണോ എന്ന ഒരു വിവരവും ഈശ്വർ മാൽപ്പെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ഈ കടലിൽ പോയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വലയിലാണ് ഈ മൃതദേഹം കുടുങ്ങിയത് എന്ന വിവരമാണ് നമുക്കിപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നത്. ഹോന്നാവാര കടപ്പുറമാണ്. അവിടെ മത്സ്യത്തൊഴിലാളിയുടെ വലയിൽ നിന്നാണ് ഈ മൃതദേഹം കുടുങ്ങിയത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈശ്വർ മാൽപ്പെ ഒരു പുരുഷന്റെ മൃതദേഹം അവിടെ നിന്ന് ലഭിച്ചു, ഈ ഹോന്നാവാര കടപ്പുറത്ത് നിന്ന് ലഭിച്ചു എന്ന വിവരം പങ്കുവെക്കുന്നുണ്ട്. അത് ഈ ഷിരൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററിലധികം ദൂരമുള്ള ഒരു പ്രദേശമാണ്, കടൽ പ്രദേശമാണ്. അവിടെയാണ് ഈ ഡെഡ് ബോഡി കിട്ടിയത് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് ആരുടേതെന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. ഇനി കൂടുതൽ പരിശോധന, ഫോറൻസിക് ഉൾപ്പെടെയുള്ള കൂടുതൽ പരിശോധന ഇതിൽ ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് കണ്ടെത്താൻ സാധിക്കൂ. നിലവിൽ ഈ പ്രദേശത്ത്, അതായത് ഷിരൂർ മല ഇടിഞ്ഞതിന് ശേഷം, ഷിരൂരിൽ ആ കുന്നിടിഞ്ഞതിന് ശേഷം ഇനിയും ആളുകളുടെ, അതായത് ഒരുപാട് അർജുൻ ഉൾപ്പെടെ ഒരുപാട് ആളുകളെ ഇനിയും കിട്ടാനുണ്ട്. ഈശ്വർ മാൽപ്പെ ആ പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും പരിശോധന നടത്തുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഈ ഗംഗാവാലി പുഴയിൽ, ആ പുഴയിൽ ഇറങ്ങിക്കൊണ്ട് അതിൽ ആഴത്തിൽ പരിശോധന നടത്തുന്നതിനായി എത്തിയിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടവും പോലീസും അതിൻ്റെ അനുമതി നിഷേധിച്ചു. കാരണം ആ പുഴയിൽ ഇപ്പോഴും അടിയൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കർണാടകത്തിൽ നല്ല മഴ ആ പ്രദേശത്തൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും 6 നോട്ട്സിന് മുകളിലാണ് ഈ ഗംഗാവാലി പുഴയിലെ ഒരു അടിയൊഴുക്ക്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസവും അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈശ്വർ മാൽപ്പെ മടങ്ങിപ്പോയി. ഇന്നിപ്പോൾ രാവിലെയാണ് ഈ മത്സ്യത്തൊഴിലാളിയുടെ വലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കുടുങ്ങിയതെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. 1.5 മണിക്കൂറിന് ശേഷം ഈശ്വർ മാൽപ്പെ ആ സ്ഥലത്തേക്ക്, അതായത് ഈ മൃതദേഹം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലൊരു കൃത്യത ഉണ്ടാവും. പോലീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരും അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അതായത് ഈ ഹോന്നാവാര കടപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഒരു ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തിയാൽ മാത്രമേ ഈ മൃതദേഹം ആരുടെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ, ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ. അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും അർജുൻ്റെ അർജുനല്ല ഇതെന്ന് ഈശ്വർ മാൽപ്പെ പ്രാഥമികമായി കണക്കാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിഗമനം അങ്ങനെയാണ്. അവിടെ എത്തിയതിനു ശേഷം ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടാവും. SKN അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി ചേർന്നത്. അല്പ നിമിഷങ്ങൾക്കകം അരുൺ പൂപ്പറമ്പയെ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പെ നമ്മോട് പറഞ്ഞ കാര്യം, 11 മണിയോടെ ഈ മത്സ്യത്തൊഴിലാളിയുടെ വലയിലാണ് ഈ മൃതദേഹം കുടുങ്ങിയത്. വളരെ ജീർണിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ ഷിരൂർ ഹോന്നാവാര കടലോരത്താണ് ഈ മൃതദേഹം അടിഞ്ഞത്. എന്നാൽ അദ്ദേഹം സംശയിക്കുന്ന 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളെ അവിടെ കാണാനില്ലായിരുന്നു, അയാളുടെ മൃതദേഹമാക്കാനാണ് കൂടുതൽ സാധ്യത. അദ്ദേഹത്തിന് ഉറപ്പിച്ച് അദ്ദേഹം പറയുന്ന കാര്യം ഇത് നമ്മുടെ അർജുൻ ആയിരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 3 പേരെ ഈ കാണാത്ത അവസ്ഥയാണ്. കർണാടകത്തിലെ 2 പേരെയും നമ്മുടെ കോഴിക്കോട്ടെ അർജുനെയാണ് ഇപ്പോൾ ഇനി കണ്ടെത്താനുള്ളത്. ഈ ഗംഗാവലി പുഴയിൽ അദ്ദേഹത്തെ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെ നിന്നും ഏതാണ്ട് 1.5 മണിക്കൂർ ദൂരത്തിൽ പോകുന്ന കുറേ കിലോമീറ്ററുകൾക്കകലെ കടലോരത്താണ് മത്സ്യത്തൊഴിലാളിയുടെ വലയിൽ മൃതദേഹം കുടുങ്ങിയത്. അരുൺ പൂപ്പറമ്പ് കൂടി ചേരുന്നു. അരുൺ, ലേറ്റസ്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും വിവരമുണ്ടോ? അങ്ങോട്ട് പോലീസ് സംഘം പോയിട്ടുണ്ട് എന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. അദ്ദേഹം അവിടെ 1.5 മണിക്കൂറിനകം എത്തിച്ചേരും. അത് കഴിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ മൃതദേഹം എന്തായാലും അർജുൻ്റേതായിരിക്കില്ല എന്നാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഇതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്ക് അവിടുന്ന് ഈ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ നേരത്തെ പ്രാദേശികമായി
രക്ഷാപ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ട അവിടുത്തെ പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. അതായത് അവിടെ കടലോരത്തു നിന്നാണ്, ശിരൂരിൽ നിന്നും കുറച്ച് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും കുറച്ച് അകലെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൊന്നവാര എന്ന് പറയുന്ന കടലോരത്ത് നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. കാലിൽ വല കുടുങ്ങി. ഓക്കെ, അരുൺ പാറക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, മറ്റെന്തെങ്കിലും വിവരം ഈ അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ? കാര്യം കോഴിക്കോട്ടെ അർജുനെ കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ? SKN ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ പോലീസും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആരുടെ മൃതദേഹമാണെന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം അവിടെ നിന്ന്, അതായത് ശിരൂരിൽ നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഉത്തര കന്നഡ ഭരണകൂടവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഈശ്വർ മാൽപേ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ആ പ്രദേശവാസികൾ, അതായത് ഈ ഹോന്നാവാര പ്രദേശത്തുള്ള ആളുകളും മത്സ്യത്തൊഴിലാളികളും പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി അവിടെ നിന്ന് മീൻ പിടിക്കാൻ പോയ, ഈ മത്സ്യബന്ധനത്തിന് പോയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വലയിലാണ് ഈ മൃതദേഹം കുടുങ്ങിയത്. ആ മൃതദേഹം പുരുഷൻ്റേതാണ്. അതിനുശേഷം അദ്ദേഹം ഈ വിവരം തൻ്റെ സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ള ആളുകളെയും അറിയിച്ചു. അതായത് ശിരൂരിലെ ഈ കുന്നിടിഞ്ഞ ആ സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്ററിലധികം ദൂരമുണ്ട്, 1.5 മണിക്കൂറോളം ദൂരമുണ്ട് ഈ പ്രദേശത്തേക്ക്, ഈ ഹോന്നാവാര കടപ്പുറത്തേക്ക്. അവിടെയാണിപ്പോൾ ഈ മൃതദേഹമുള്ളത്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധന ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് SKN. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മൃതദേഹം അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, ജീർണിച്ച അവസ്ഥയിലാണ്, ഇത്രയും ദിവസം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധമായ പരിശോധന ആവശ്യമുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഈ മൃതദേഹം ആരുടേതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ. അതിനുശേഷം മാത്രമാണ് ഈ പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ റിപ്പോർട്ട്, ഒരു സ്ഥിരീകരണം നൽകുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവരാരും തന്നെ, നമ്മൾ നിരന്തരമായി ജില്ലാ ഭരണകൂടത്തെയും അതുപോലെ തന്നെ പോലീസിനെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും തന്നെ ഇതിലൊരു പ്രതികരണത്തിന് തയ്യാറല്ല. ഈശ്വർ മാൽപേ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഈ പ്രദേശവാസികളും സൂചിപ്പിക്കുന്നത് ഇത് പുരുഷന്റെ മൃതദേഹമാണെന്ന് പ്രദേശവാസികളും സൂചിപ്പിക്കുന്നു. പക്ഷേ ജീർണിച്ച നിലയിലാണ്, വലിയ രീതിയിലുള്ള ദുർഗന്ധം ഈ മൃതദേഹത്തിൽ നിന്ന് വമിക്കുന്നുണ്ട്. ഈ കാലിലാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ വല കുടുങ്ങിയത്. അതിനുശേഷമാണ് മത്സ്യത്തൊഴിലാളികൾ ഇത് പുറത്തേക്ക് എടുത്തു നോക്കുമ്പോഴാണ്, വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എടുത്തു നോക്കുമ്പോഴാണ് ഇത് പുരുഷന്റെ മൃതദേഹമാണെന്ന് മനസ്സിലായത്. എന്തായാലും ഈ പ്രാദേശികമായ പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷം വിശദമായ പരിശോധന ആവശ്യമാണ്. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം ആരുടേതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ. ആ വ്യക്തത അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും എന്ന കാര്യമാണ് നമുക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വ്യക്തമാവും. നമ്മൾ നിരന്തരമായി ജില്ലാ ഭരണകൂടവുമായും അതുപോലെ തന്നെ പോലീസുമായും ബന്ധപ്പെടുന്നുണ്ട്. അവർ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. SKN ഈശ്വർ മാൽപ 1.5 മണിക്കൂറിനകം തന്നെ ആ പ്രദേശത്തേക്ക് എത്തും, ഈ ഹോന്നാവാര കടപ്പുറത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. SKN.